എല്ലാവർക്കും നിതിൻസ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വണ്ടി 2,06,000 കിലോമീറ്ററിൽ ഒരു ചെറിയ പണി വന്നു. വണ്ടി തന്നതാണോ ചോദിച്ച് മേടിച്ചതാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തമിഴ്നാട് യാത്രയുണ്ടായിരുന്നു. ആ യാത്രയിൽ പോയി വരുന്ന വഴിക്ക് കുമളി വെച്ച് എനിക്ക് 14% ലിംബ് മോഡ് അടിച്ചു. 14% ലിംബ് മോഡ് അടിച്ച് എൻ്റെ യോഗത്തിന് തൊട്ടടുത്ത് തന്നെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ കയറ്റി ഫുള്ളാക്കി. നമുക്ക് ഒത്തിരി കാലം കൂടി വരുന്നൊരു സാധനം ആയതുകൊണ്ട് നമ്മൾ വീണ്ടും 14% ആക്കിയപ്പം വീണ്ടും ലിംബ് മോഡ് വരും. അപ്പം നമ്മളോർത്ത് നമ്മളെ വണ്ടിക്കിട്ട് പണി കിട്ടി, ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്തിരുന്നപ്പോഴാണ് നമ്മൾ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പത്തെ ഒരു 3 സ്ലോ ചാർജിങ് കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ചെയ്തായിരുന്നു. അത് ബ്രേക്ക് ചെയ്തുകൊണ്ടാണോ ഈ പ്രശ്നം വന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സ്ലോ ചാർജിങ് 3 ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഫുള്ളാക്കി നമ്മൾ തമിഴ്നാടൊക്കെ പോയി അവിടെ ഫാസ്റ്റ് ചാർജെല്ലാം ചെയ്ത് തിരിച്ച് നമ്മൾ കുമളിയിലെത്തിയപ്പോഴത്തേന് 14% ലിംബ് മോഡ് അടിച്ചു. അപ്പം എൻ്റെ ഒരു അസംഷൻ എന്നാന്ന് വെച്ചാൽ, നമ്മൾ ആ ബ്രേക്ക് ചെയ്തതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ സെൽ ബാലൻസിങ് നഷ്ടപ്പെട്ടതിനാലാണ് നമുക്ക് ഈ പ്രശ്നം വന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു അസംഷൻ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 പ്രാവശ്യം വണ്ടി 20% താഴെ കൊണ്ടുവന്നിട്ട് സ്ലോ ചാർജ് ചെയ്തു കണ്ടിന്യൂസ് ആയിട്ട്. കാരണം ഇതിനു വേണ്ടി തന്നെ ഒരു ആവശ്യമില്ലാതെ വണ്ടി ഓടി നമ്മൾ അത് അങ്ങനെ തന്നെ ചാർജ് ചെയ്തു. 6 ദിവസം, കറക്റ്റ് പറഞ്ഞാൽ 6 ദിവസം ചാർജ് ചെയ്തു. ഈ 6 ദിവസം ചാർജ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു 2 ദിവസം ഫാസ്റ്റ് ചാർജ് ചെയ്തു. ഈ ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീണ്ടും 14%-ലാക്കി. ഇപ്പോൾ ആ പ്രശ്നം എൻ്റെ വണ്ടിയിലില്ല. 14% ഇപ്പോൾ ലിംബ് മോഡും ഇല്ല, ഒന്നുമില്ല. കൃത്യം 10% ആകുമ്പോൾ ലിംബ് മോഡ് വരും. ഇപ്പോൾ ആ ഒരു സീരീസ് ഓഫ് ചാർജിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 പ്രാവശ്യത്തോളം നമ്മൾ വണ്ടി 10% എത്തിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പവും നിലവിലില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾക്ക് ഇതാദ്യം ലിംബ് മോഡ് വന്നപ്പോഴത്തേന് നമുക്കുള്ളൊരു പേടി കാരണം നമ്മൾ ടാറ്റയിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യണം എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ടാറ്റയിൽ അന്വേഷിച്ചു നമ്മുടെ പോസ്റ്റ് വാറൻറ്റി പോളിസീസ് എങ്ങനെയാണ്, എത്ര രൂപ കോസ്റ്റ് വരും, ഇതിനെപ്പറ്റി ആർക്കും ഒരു ധാരണയില്ല. നമ്മളിത് മെയിൽ അയച്ചു കഴിയുമ്പോൾ നേരെ ആ മെയിൽ ടാറ്റ സർവീസ് സെൻ്ററുകളിലേക്ക് ഫോർവേഡ് ചെയ്യും. അവിടെ ഇരിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഞാൻ 1-2 പ്രാവശ്യം മെയിൽ അയച്ചു. പേഴ്സണലായിട്ട് ഞാൻ 1-2 പ്രാവശ്യം അവർക്ക് വാട്സപ്പിലും മെസ്സേജ് അയച്ചു. പക്ഷേ ഇതുവരെ നമുക്ക് അതിനുള്ളൊരു കറക്റ്റ് മറുപടി കിട്ടിയിട്ടില്ല. അതായത് നമുക്കറിയേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ വണ്ടി പോസ്റ്റ് വാറൻറ്റി എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാറ്ററി റിപ്പയർ ചെയ്യാനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയാവും, അതുപോലെ ബാറ്ററി റിപ്പയർ ചെയ്യുന്നതിന് അതിപ്പോൾ നമുക്കിപ്പം പറയാമല്ലോ, ഇപ്പം ബാറ്ററിയുടെ BMS പോയാൽ ഇത്ര രൂപ, അല്ലെങ്കിൽ ബാറ്ററി പാക്കാണ് പോയേക്കുന്നെങ്കിൽ ഇത്ര രൂപ, അത് മാറുന്ന സെൽ റീപ്ലേസ്മെൻ്റ് ആണ് ഇത്ര രൂപ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു തരുന്നതിന് ഒരു പാടുമില്ല. പക്ഷേ അത് അവർക്ക് പറയാൻ പറ്റുന്നില്ല. അവർക്ക് ബാറ്ററിയുടെ വില പോലും കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല. അത് ഇപ്പം ടാറ്റയുടെ കാര്യത്തിൽ മാത്രമാണോ, ഇനി ബാക്കിയുള്ള സർവീസ് സെൻ്ററുകളുടെ കാര്യത്തിൽ ഇത് തന്നെയാണോ എന്നുള്ളത് ബാക്കി വണ്ടി ഉപയോഗിക്കുന്നവർ ദയവ് ചെയ്ത് നമ്മൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം നമുക്കറിയാമല്ലോ എല്ലാ സർവീസ് സെൻ്ററുകളിലെയും ഓരോ രീതിയിൽ തന്നെയാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. എന്താണെങ്കിലും 2,06,000 കിലോമീറ്റർ കഴിഞ്ഞ് ഇങ്ങനെ ഒരു സിമ്പൽ വന്നപ്പം ശരിക്കും അതൊരു ഞെട്ടലായിരുന്നു. കാരണം വെച്ചാൽ കാശ് എങ്ങനെ ഇറക്കണം, എന്തോരം ഇറക്കേണ്ടി വരും എന്നുള്ളത് അറിയത്തില്ലാത്തതുകൊണ്ടൊരു ഞെട്ടലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഏതായാലും ഒരു സെൽ ബാലൻസിങ് ഒന്ന് ചെയ്ത് കറക്റ്റാക്കിയപ്പോഴത്തേന് ഇഷ്യൂസ് മാറിയിട്ടുണ്ട് നിലവിൽ. ഇനി ഇത് തല പൊക്കുമോ എന്നുള്ളതും അറിയത്തില്ല. ഞാൻ നമ്മുടെ OBD സ്കാനറെ വെച്ച് നോക്കുമ്പോൾ ബാറ്ററി ഹെൽത്തും കാര്യങ്ങളുമൊക്കെ പക്കായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ സിമ്പൽ വന്ന സമയത്ത് സെൽ ബാലൻസിങ്ങിനകത്ത് ഇച്ചിരി ഇറഗുലാരിറ്റീസ് ഉണ്ടെന്ന് ആയിരുന്നു നമ്മുടെ ChatGPTയുടെ ഇവാലുവേഷൻ ആ സമയത്തേത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം ക്ലിയറായിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇങ്ങനൊരു സിമ്പൽ വന്നപ്പോൾ നമ്മളത് ശരിക്കും പേടിപ്പിച്ചു. കാരണം വെച്ചാൽ ടാറ്റയുടെ എന്നല്ല, EV റിലേറ്റഡ് ആയിട്ട് വരുന്നതിൻ്റെ എല്ലാം പാർട്സിന് വിലയ്ക്കൊരു പഞ്ഞവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഞാനിനി ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്ത് ഉപയോഗിക്കില്ല. ഇനി ഉപയോഗിക്കേണ്ടി വന്നാൽ അന്ന് പോവുകയില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം വെച്ചാൽ
ഇനിയൊരു റിസ്ക്കും കൂടെ എടുത്ത് ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നമ്മൾ പെട്ടുപോകും. ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞാലത്തെ അവസ്ഥയാവും. ആരെയും പേടിപ്പിക്കേണ്ടൊന്നുമല്ല. വേറെ ഒരു പ്രശ്നം എൻ്റെ വണ്ടിക്കില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരു ലോങ്ങും കൂടെ അടിക്കണമെന്ന് ഓർത്താണ് ഞാനിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ ഇഷ്യൂസൊന്നുമില്ല. പിന്നെ ഇങ്ങനെയൊരു സംഭവം വന്നതുകൊണ്ട് നമ്മൾ 2 ലക്ഷമായിട്ട് ഒരു പ്രശ്നവും വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളല്ലേ. അപ്പം ആ കൂട്ടത്തിൽ തന്നെ, കാരണം വെച്ചാൽ നമ്മുടെ സെൽഫ് ബാലൻസിങ് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പണി എപ്പോഴെങ്കിലും ആയിട്ട് കിട്ടും എന്നുള്ളത് 100% ഉറപ്പായി. എനിക്ക് പിന്നെ കാത്തിരിക്കേണ്ടി വന്നില്ല, അതിനു മുമ്പ് തന്നെ കിട്ടി. നമ്മൾ പ്രത്യേകിച്ച് കൂടുതലും ഫാസ്റ്റ് ചാർജ് ചെയ്യുന്ന ആളായതുകൊണ്ട് അപ്പോൾ അത് ഇതായി പോകാൻ വേണ്ടി നമ്മളെപ്പോഴും 100% തന്നെ ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായേക്കുന്നത്. അല്ല എന്നുള്ള വാദഗതിയുള്ളവരും കാണും. ഞാൻ ഒരു 100% സാറ്റിസ്ഫൈഡ് EV യൂസറാണ്. ടാറ്റയുടെ വണ്ടിയിൽ എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു വന്നപ്പം അതൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. 2,06,000 കിലോമീറ്റർ ആകുന്നതിന് മുമ്പായിട്ടാണ് ഈ പ്രശ്നം വന്നത്. ഒരു 500 കിലോമീറ്റർ പുറകിലായിട്ട്. അപ്പോൾ പ്രശ്നം സോൾവ് ആയിട്ടാണ് ഞാനിപ്പം വീഡിയോ ഇട്ടത്. അപ്പം സോൾവ് ആയില്ലെങ്കിൽ അതെന്താണെന്നുള്ളത് നോക്കിയിട്ടിടണമെന്നുള്ളതുകൊണ്ടാണ് വെയിറ്റ് ചെയ്ത്. പക്ഷേ വേറെ ഇഷ്യൂസൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ഫാസ്റ്റ് ചാർജും സ്ലോ ചാർജും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം 100% ചെയ്താണ് ഓടിക്കുന്നത്. ഒരു ഡ്രോപ്പും വന്നിട്ടില്ല. ഈ ലിംബ് മോഡ് വരുമ്പം പോലും എൻ്റെ വണ്ടിക്ക് ഡ്രോപ്പ് ഒന്നും കാണിച്ചിട്ടില്ല. എല്ലാം കറക്റ്റായിട്ട് തന്നെ 10% വരുമ്പോൾ തന്നെ നോർമലി അതിൽ എഴുതി കാണിക്കുന്നത് 30 കിലോമീറ്റർ പോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും എഴുതി കാണിക്കുന്നത്. അത് ആദ്യ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല. പക്ഷേ ഇങ്ങനൊരു ലിംബ് മോഡ് വന്നു. ആ ലിംബ് മോഡ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ചാർജിങ് പാറ്റേണിൽ ഞാനൊരു ഇച്ചിരി ശ്രദ്ധക്കുറവ് വരുത്തിയതിനാലാണ്. അപ്പോൾ അത് പണി വന്നപ്പോൾ തന്നെ നമ്മളത് ക്ലിയർ ചെയ്തു. ഇപ്പോൾ ഏതായാലും വേറെ ഇഷ്യൂസൊന്നുമില്ല. 2,05,000 സർവീസും കഴിഞ്ഞു. അപ്ഡേറ്റ് ചെയ്തിട്ടില്ല വണ്ടി. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോകും. വേറെ ഒരു കുഴപ്പങ്ങളുമില്ല. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ കമൻ്റായിട്ട് അയയ്ക്കുക. എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും പറയുന്ന പോലെ EV യൂസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ നമ്മൾ വളരെ മയത്തിൽ ഓടിച്ച് പഠിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് നല്ല പവർ ആയതുകൊണ്ട് രസമാണ് പറന്ന് വിട്ടു പോകാൻ. പക്ഷേ അങ്ങനെ പറന്ന് പോയാൽ ചിലപ്പോൾ നമുക്കിട്ട് പണി കിട്ടും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിൽ കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവരും വരും, അവർക്കും ചാർജ് ചെയ്യേണ്ടതാണെന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ വണ്ടികൾ പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒതുക്കിയിട്ട് നമ്മൾ ആ പ്രോപ്പർ സ്പേസിൽ യൂട്ടിലൈസ് ചെയ്ത് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ചാർജിങ് സ്റ്റേഷൻ്റെ പാർക്കിങ്ങിൽ ഒരു കാരണവശാലും വണ്ടികൾ വരുന്ന വഴിക്ക് പോയി ഇരിക്കാൻ പാടില്ല. അത് അപകടം വിളിച്ചു വരുത്തും. കാലൊന്ന് ഇച്ചിരി കൂടുതൽ പോയാൽ വണ്ടി പറന്ന് കയറും. പിന്നെ ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഈ 2 പ്രാവശ്യം എനിക്ക് ലിംബ് മോഡ് വന്നപ്പം എനിക്ക് എപ്പോഴും 14% വന്നത്. അത് മുമ്പോട്ടോ പുറകോട്ടോ പോയിട്ടില്ല. അത് കൃത്യം 14% വന്നത്. പിന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ ഞാനത് ചാർജ് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഓക്കെ ആയത്. നമ്മൾ ഈ ലിംബ് മോഡ് വന്നപ്പം നമ്മൾ മുന്നോട്ട് കുറച്ച് ദൂരം ഓടിച്ചിട്ടും നമുക്ക് പിന്നീട് ഹൈ വോൾട്ടേജറോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലോർത്തു അത് ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ല, നമ്മുടെ സെൽഫ് ബാലൻസിങ് ആയിരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനങ്ങനെ അത് സ്ലോ ചാർജ് ചെയ്ത് സെൽഫ് ബാലൻസിങ് ചെയ്തത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഫുള്ളാക്കി ചെയ്യാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് ടാറ്റയുടെ വണ്ടികൾ. ഇപ്പം മറ്റുള്ള വണ്ടികൾക്കും ഇവർക്ക് ഈ പോസ്റ്റ് വാറണ്ടി പോളിസീസ് എങ്ങനെയാണെന്നുള്ളത് അത് വണ്ടികൾ ഉപയോഗിക്കുന്നവർക്ക് അറിയാമെങ്കിൽ അവരൊന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് നമ്മുടെ സെല്ല് റീപ്ലേസ് ചെയ്യുന്നതിന് നമുക്ക് എന്നാ കോസ്റ്റ് വരും, അതുപോലെ ബാറ്ററി കൊണ്ടുപോയി റീപ്ലേസ് ചെയ്യുന്നതിന് ട്രാൻസ്പോർട്ടേഷൻ എത്ര വരും. ഇപ്പോൾ ടാറ്റയുടെയൊക്കെ ആണെങ്കിൽ ഇപ്പം കേരളത്തിൽ എറണാകുളത്തുണ്ടെന്ന് ഇവർ പറയുന്നു. പക്ഷേ അത് എത്ര കണ്ട് വർക്കിംഗ് ആണെന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ
എറണാകുളത്ത് ടാറ്റയുടെ ബാറ്ററി റീപ്ലേസ്മെൻറ്റും റിപ്പയറിങ്ങും സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങോട്ടാണെങ്കിൽ നമുക്ക് വലിയ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒന്നും വരേണ്ട കാര്യമില്ല. അങ്ങനെയാണ് നമ്മളോട് തുടങ്ങിയപ്പോഴും പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അവരൊരു ക്ലാരിറ്റി തരുന്നില്ല. അപ്പോൾ അങ്ങനെ ക്ലാരിറ്റി കിട്ടിയേക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ഇത് മെൻഷൻ ചെയ്യുക. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒരു മെയിൽ വഴി നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടുക. അതിപ്പോൾ ടാറ്റയുടെ വണ്ടി എന്നല്ല, നിങ്ങൾ ഏത് വണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ആ വണ്ടിയുടെ മാനുഫാക്ചർ എങ്ങനെയാണ്, നിങ്ങളോട് പോസ്റ്റ് വാറണ്ടിയെ പറ്റി നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിയെന്നുള്ളതൊന്ന് നോക്കിയിട്ട് നിങ്ങളതൊന്ന് ഷെയർ ചെയ്യണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.